വൺ. നമസ്കാരം, വെൽക്കം ടു മൂവി ട്രിക്ക്. അപ്പോൾ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ്, അതായത് ഹീമാൻ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിരുന്നു. വളരെ പരാജയമായ അവസ്ഥയായിരുന്നു. പക്ഷേ അതിന്റെ ആമസോൺ പ്രൈമിൽ OTT റിലീസായിട്ടുണ്ട് സിനിമ. പടം കണ്ടു. ഒരു എന്താ പറയാ, തിയേറ്ററിൽ എന്തായിരുന്നോ അത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മള് 90s കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഹീമാൻ. ചുരുക്കത്തിൽ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർമാന്റെ ഒരു ചെറിയ വേർഷൻ അത് തന്നെയാണ് ഹീമാൻ എന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളും ആ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റുകളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഈ സിനിമയിലേക്ക് വന്നപ്പോ അത് വേണ്ടിയിരുന്നില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പൊ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. കാരണം തിയേറ്ററിലോ പടം വലിയൊരു അപ്രോച്ച് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. OTT വളരെ പെട്ടെന്ന് വരികയും ചെയ്തു. അത് കണ്ടിട്ടാണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. ഈ പടത്തിന് ഓൾറെഡി നമ്മൾ 1987 ഒരു അഡാപ്റ്റേഷൻ ഇറങ്ങിയിട്ടുള്ളതാണ്. പടം അതും വലിയൊരു റീച്ച് ആയിരുന്നില്ല അന്നത്തെ കാലത്ത്. അതിനുശേഷമാണ് ഇപ്പൊ സെക്കൻഡ് ടൈമാണ് ഈ പടത്തിന്റെ ഒരു എന്താ പറയാ, മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നുള്ള സെയിം നെയിമിൽ തന്നെ പുതിയത് തന്നെ ഇറങ്ങുന്നത്. കഥയിലൊരു വ്യത്യാസമില്ല. കഥയില് എന്താ പറയാ, എറ്റേണിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ രാജകുമാരനായിട്ടുള്ള ആളെ ഒരു കോൺഫ്ലിക്റ്റ് വന്ന് സ്കെലറ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലൻ ആ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടുത്തെ സോഴ്സറസ്, അതായത് ആ ഈഗിളായിട്ടുള്ളത്, അവര് അവിടുത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ആളുടെ ഒരു വാളുണ്ട്. ആ വാളുമായിട്ട് എന്താ പറയാ ഭൂമിയിലേക്ക് അളവിടുകയാണ് ഈ എറ്റേണിയ എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ നിന്ന്. പിന്നീട് അയാൾ തിരിച്ച് ഈ എറ്റേണിയയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നത്, ആ സമയത്ത് അവിടെ സ്കെലറ്റോർ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളും അയാളിൽ നിന്ന് എങ്ങനെ ഈ എറ്റേണിയനെ രക്ഷിക്കണം, അതൊക്കെ തന്നെയാണ് യൂഷ്വൽ കഥ. ഇതിനകത്ത് ഹീമാനായിട്ട് വരുന്നത് നിക്കോളാസ് ഗലിറ്റ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. അത് തന്നെ വലിയൊരു മിസ്കാസ്റ്റ് ആയിരുന്നു. മെയിൻലി ഈ പടത്തിന് പറയാനുള്ളത് മിസ്കാസ്റ്റിന്റെ ഒരു കൂമ്പാരമാണ്. ആകെ നമുക്കൊരു ഒരു ഒരു ആശ്വാസം എന്ന് പറയുന്നത് ജേഡ് ലെറ്റോ ആയിരുന്നു. പക്ഷെ ജേഡ് ലെറ്റോയ്ക്കൊന്നും ഒന്നും തന്നെ കാണിക്കാനില്ല. ജസ്റ്റ് സൗണ്ട് കൊടുക്കുക എന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി സ്കെലറ്റോറായിട്ട് വന്നത്, സ്കെലറ്റോറിന് സൗണ്ട് കൊടുക്കുക, അതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിട്ടില്ല. പിന്നെ പുള്ളിയുടേതായിട്ടുള്ള വലിയ കാട്ടിക്കൂട്ടലുകളൊന്നും വേണ്ട. പിന്നെ ഉള്ളത് ഇദ്രിസ് എൽബയാണ്. ഇദ്രിസ് എൽബ പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ അത് കൂടാണ്ട് കമീല മെൻഡസ് ഉണ്ട്, അതായത് ടീല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹീമാന്റെ, അതായത് ഈ ഇദ്രിസ് എൽബ എന്താ പറയാ അഭിനയിക്കുന്ന ഡങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മകളായിട്ടാണ് ഈ ടീല വരുന്നത്. ടീലയാണ് ഈ ഹീമാന്റെ ഫ്രണ്ടാണ്, കുഞ്ഞിലേ ഉള്ള ഫ്രണ്ടാണ്. ടീലായിട്ട് വരുന്നുണ്ട്. പിന്നെ ആലിസൺ ബ്രീ ആണ് ഇവിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്കെലറ്ററിന്റെ ഒരു അനുയായിയായിട്ട് വരുന്നത്. പിന്നെ മൊറീന ബക്കാറിനാണ് സോസറസ് ആയിട്ട് വരുന്നത്. അങ്ങനെ ചിലത് ഓക്കെയാണ്, പക്ഷേ ഒട്ടുമിക്കതും മിസ്കാസ്റ്റ് ആണ്. പിന്നെ ഗംഭീര ഒരു ഡയറക്ടറാണ് ഈ സിനിമ എടുത്തതെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും നമുക്ക് സങ്കടം തോന്നുന്നത്. ട്രാവിസ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗംഭീര ഒരു ഡയറക്ടറാണ്. ബംബിൾ ബി, പിന്നെ കൂബോ ആൻഡ് ദ ടു സ്ട്രിങ്സ്, ഇതൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇങ്ങേര് ഇങ്ങനത്തെ ഒരു പടം എടുത്തിട്ട് അയ്യോ ഭയങ്കരമായ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു അപരാധ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ. എല്ലാം കൊണ്ടും ഇങ്ങനെ ഓടിച്ചു ഓരോന്ന് പറയുന്നു. നമുക്കറിയാം സ്റ്റോറി, പക്ഷെ നമ്മൾ ലൈവ് അഡാപ്റ്റേഷൻ കാണാൻ ശ്രമിക്കുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഭംഗി കിട്ടണമല്ലോ. അതൊന്നും തന്നെ സിനിമയിലില്ല. വെറുതെ കുറെ ഇവന്റ്സുകൾ കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ എന്താ പറയാ, അതിനെ ടാക്കിൾ ചെയ്യാനായിട്ടുള്ള മറ്റ് ഇവന്റ്സുകൾ വരുന്നു. ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സിനൊന്നും കാണിക്കുന്നില്ല. കുറച്ച് ഷോട്ടുകളിലൊക്കെയാണ് പിന്നെയും മറ്റേ ഒരു ഹീമാന്റെ ഒരു ക്യാറ്റായിട്ടുള്ള ഒരു കടുവയുണ്ടല്ലോ, ഭയങ്കര പേടിത്തൊണ്ടനായിട്ടുള്ള ആളെ കാണിക്കുന്നതൊക്കെ വളരെ ചുരുക്കം ഒക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടും മറ്റേ ആക്ഷൻസിലൊന്നും ഈ കടുവേനൊന്നും കാണിക്കുന്നില്ല. ഈ കടുവേനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആക്ഷൻ സീക്വൻസുകൾ ഉണ്ട്. ആക്ഷൻ എന്ന് പറയാനേ അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എങ്ങനെയെങ്കിലും ഇത് OTT വെച്ചിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ സാധനം ഒന്ന് തീർന്നാൽ മതി എന്നുള്ളതായിരുന്നു. കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും, ഒരു എന്താ പറയാ ഉരുണ്ട് കംപ്ലീറ്റ് ചെയ്ത അവസ്ഥയായിരുന്നു എനിക്കൊരു മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു സിനിമയായിരുന്നു ഹീമാൻ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സ്.
അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.